തൃപ്പൂണിത്തുറയിലെ പഴയ തറവാടായിരുന്നു മേപ്പള്ളി. അതിൻ്റെ ഉടമസ്ഥൻ നാരായണൻ നായർ അടുത്തിടെ വിദേശത്ത് നിന്ന് വന്ന ശേഷം ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. തറവാട്ടിലെ ഏറ്റവും പഴക്കമുള്ളതും എന്നും അടച്ചിട്ടതുമായിരുന്ന ഒരു മുറിയായിരുന്നു പടിഞ്ഞാറ്റെ മുറി. വർഷങ്ങളായി ആരും അങ്ങോട്ട് പോകാറില്ല. ഒരു ദിവസം രാത്രി നാരായണൻ നായർ ഉറങ്ങാൻ കിടന്നപ്പോൾ പടിഞ്ഞാറ്റെ മുറിക്കും സമീപത്തു നിന്നും നേരിയ ഒരു താരാട്ടിൻ്റെ ഈണം കേട്ടു. ആദ്യം അതൊരു തോന്നലാണെന്ന് കരുതി തള്ളിക്കളഞ്ഞെങ്കിലും പിറ്റേന്ന് അടുത്ത ദിവസം കൃത്യം അർദ്ധരാത്രിയിൽ ആ താരാട്ട് തുടർന്നു. ആ വീട്ടിൽ കുട്ടികൾ ആരുമില്ല. പേടി തോന്നിയെങ്കിലും അദ്ദേഹം മുറി തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഒരു പൗർണമി രാത്രിയിൽ നല്ല നിലാവുള്ളപ്പോൾ നാരായണൻ നായർ കയ്യിൽ ഒരു റാന്തലുമായി പടിഞ്ഞാറ്റെ മുറിയുടെ കട്ടിയുള്ള വാതിൽ തുറന്നു. ഉള്ളിൽ കനത്ത പൊടിപടലങ്ങളും ചിലന്തി വലകളും മാത്രം. നിലവിൽ ഒന്നും അവിടെയില്ല. അദ്ദേഹം നിരാശയോടെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ മുറിയുടെ ഒരറ്റത്തു പൊടി മൂടിയ പഴയൊരു ഊഞ്ഞാൽ കണ്ടു. അതിൽ ഇരുന്ന് ആരോ മെല്ലെ ആടുന്നത് പോലെ ഒരു തോന്നൽ. ഊഞ്ഞാൽ ആടുന്നതിൻ്റെ നേരിയ ശബ്ദം മുറിയിൽ മുഴങ്ങി. ആരാണ്? അദ്ദേഹം വിളിച്ചു ചോദിച്ചു.